Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കാണാൻ പറ്റുന്നുണ്ടാടാ? ഇല്ല മാം. No, ma'am. One minute, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. Good afternoon. ഇപ്പൊ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? Yes, miss. ഓക്കെ. അപ്പോ പ്രയർ ആരാണ്? ഞാനാണ്. പറഞ്ഞോട്ടാ. പ്രയർ പറഞ്ഞോട്ടാ. Thank you, ma'am. Close your Lord, eyes. I know ഓക്കെ, പ്രയർ ആരാ പറയുന്നേ? രശ്മി. രശ്മി. ഓക്കെ, രശ്മി പറഞ്ഞോടാ. എന്നോടും പറഞ്ഞിരുന്നല്ലോ പറയാൻ. ഗ്രൂപ്പിൽ ഞാൻ വേറെ കണ്ടില്ല. ഓക്കെ, Start ചെയ്യട്ടെ പറഞ്ഞോടാ. madam? ആരാണ്? Okay. Close your eyes. Salutation to you, O good God. These are God's love. Bind us together, God. Grant me wisdom, purity, and purity of character. I will respect my teachers and leaders. We are the children of God. We are His promise divine.
O my God, hold our hands and rise that high. Lord my God, thank. താങ്ക് യു. ചൈന ആരാണ്? Good afternoon, everyone. I would like to welcome Abarna Miss and all my classmates to our class group. Let's make this class more informative and motivational for our career build-up. Thank you. Thought of the day. Okay. Thought of the day നെക്സ്റ്റ് ക്ലാസ്സിൽ വേണോട്ടെ thought of the day. ലീഡേഴ്സ് നോക്കാം കേട്ടോ. നമ്മളിപ്പോ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? ഏത് യൂണിറ്റ് ആയിരുന്നു? Child diseases. ഓക്കെ. അതില് കോമൺ ചൈൽഡ് ഡിസീസ് അല്ലേ? അതെ. Yes, ma'am. എത്ര ഡിസീസിനെ കുറിച്ച് പറഞ്ഞു? 3 whooping cough-ഉം diphtheria-യും tetanus-ഉം ആണ് പറഞ്ഞത്. ഈ 3 ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോളിയോ എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പോളിയോ നമ്മള് പോളിയോ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തായാലും പോളിയോ തുള്ളിമരുന്ന് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ? കൊടുത്തിട്ടുണ്ടാവും കുട്ടികൾക്ക് ഇല്ലേ? ഓർമ്മയില്ലേ നമ്മള്? അപ്പൊ പോളിയോ എന്ന് പറയുന്നത് പോളിയോ മെലൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് മുഖേന വരുന്ന ഒരു അസുഖമാണ് പോളിയോ. ഓക്കെ. മലയാളത്തില് പിള്ളവാതം എന്നൊക്കെ പറയും. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. പോളിയോന് വേറൊരു പേരുണ്ട്, ലോക്ജോ. ഓക്കെ. ഇംഗ്ലീഷിൽ നമ്മൾ ലോക്ജോ എന്ന് പറയും. നമ്മൾ 7th യൂണിറ്റ്സിൽ പഠിക്കും, പറയും. ലോക്ജോയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പൊ പോളിയോന് മലയാളത്തിൽ നമ്മൾ പിള്ളവാതം എന്ന് പറയുന്നുണ്ട്, ലോക്ജോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ എന്താണ് വോയിസ് ആണോ ക്ലിയർ അല്ലാത്ത? ക്ലിയർ ആവുന്നില്ല. പറയണത് ക്ലിയർ ആവണില്ല. ബാക്കിയുള്ളവർക്ക് പ്രശ്നമുണ്ടോ? ക്ലിയർ ആവണില്ല, സൗണ്ടിന് എന്തെങ്കിലും? ഇല്ല മിസ്, ഇടയ്ക്ക് ഒരു എക്കോ കയറി വരുന്നുണ്ട്. ചിലപ്പോ ഈ ക്ലാസ്സിലെടുക്കുമ്പോ എക്കോ വരാറുണ്ട്. ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ. പോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. മറ്റേ ടെറ്റനസിനും ലോക്ജോ എന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറ്റനസിനും നമ്മള് ലോക്ജോ. പോളിയോരല്ല കേട്ടോ, ടെറ്റനസിനാണ് ലോക്ജോ എന്ന് പറയുന്നത്. എനിക്ക് വിട്ടുപോയതാണ്, എനിക്ക് മാറിപ്പോയതാണ്. സോറി കേട്ടോ. പിള്ളവാതം എന്നാണ് പോളിയോനെ പറയണത്. മാറിപ്പോയതാണ്, സോറി കേട്ടോ. ഓക്കെ. അപ്പോ പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാല് നമ്മളുടെ ബോഡി ചിലപ്പോ പാരലൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോ ഫുള്ളി പാരലൈസ് ആയി പോകും, ഓർ പാർട്ട്ലി. ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് അറിയാം പോളിയോന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്കിങ്ങനെ പോളിയോ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെർമനന്റ് ആയിട്ട് ഫുള്ളി പാരലൈസ്ഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫക്ട്സ്, ഈ ഒരു ഇമേജിൽ കാണുന്നത് ആ കുട്ടിക്ക് പോളിയോ ബാധിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കാലിന് ആ ശേഷി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഓരോ ഡിഫക്ട്സും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേശി ബലഹീനതയാണ്. നമുക്ക് നമ്മുടെ ലിംസ് ഒക്കെ കറക്റ്റ് വീക്ക് ആയിരിക്കും. നമ്മുടെ ലിംസ് ഒന്നും കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ ഈ പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ഇതുവരെയും ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. സോ നമുക്ക് ആകെയുള്ളത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിയോതെറാപ്പിയാണ് ഇതിൽ പറയുന്ന സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്. നമുക്കറിയാലോ, നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് നമുക്ക് ആ വൈകല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു പരിധി വരെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു പരിധി വരെ നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്ന് ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുന്നുണ്ട് ഇല്ലേ? പോളിയോ വാക്സിൻ എടുക്കുന്നുണ്ട്. കുട്ടി ജനിച്ച ഉടനെ തന്നെ OPV, 2 ടൈപ്പ് വാക്സിൻസ് ആണ് പോളിയോന് കൊടുക്കുന്നത്. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ, നമ്മൾ വായിൽ തുള്ളിമരുന്ന് രൂപത്തിൽ കൊടുക്കുന്നതിനാണ് ഓറൽ പോളിയോ വാക്സിൻ പറയുന്നത്. ഇനി IPV എന്ന് പറയുന്ന ഒരു വാക്സിൻ ഉണ്ട്, അത് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആണ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോ വൈറസിന് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പൊ അത് IPV എന്ന് പറയും, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. പേജ് നമ്പർ ഏതാണെന്നൊന്ന് പറയാമോ? ഇപ്പൊ പഠിപ്പിക്കുന്നത് ഞാനിപ്പോ കേറി എഴുതിയുള്ളൂ. ഓക്കെ, ഞാൻ പേജ് നമ്പർ നോക്കി പറയാം. മൊഡ്യൂൾ 1 അല്ലേ? പാർട്ട് 1 യൂണിറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 17. ഓക്കെ, താങ്ക് യു. മിനു എടാ മ്യൂട്ട് ആയിക്കോട്ടെ എടാ, ഇടയ്ക്ക് ഇത് മ്യൂട്ട് ഓൺ ആവുന്നുണ്ട്. ഓക്കെ എടാ, അപ്പൊ നമ്മൾ പോളിയോനെ കുറിച്ച് പറഞ്ഞു. പോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പെർമനന്റ് ആയിട്ട് വരുന്ന വൈകല്യങ്ങളാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോളിയോ അസുഖത്തിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലെ? ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. സോ നമുക്കത് അതിന് വേണ്ട സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീക്ക്നെസ് ഓഫ് ലിംസ്, പേശി ബലഹീനതയാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ബോഡി ഫുൾ പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ട്ലി പാരലൈസ് ആവും, നമ്മുടെ കൈയോ കാലോ അങ്ങനെയൊക്കെ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, വാക്സിന്റെ കാര്യമാണ്. ഓറൽ പോളിയോ വാക്സിൻ ആണ് ഫസ്റ്റ് കുട്ടിക്ക് കൊടുക്കുന്നത്. ജനിച്ച ഉടനെ തന്നെ നമ്മൾ കൊടുക്കുന്ന BCGയുടെ ഒപ്പം തന്നെ കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് ഓറൽ പോളിയോ വാക്സിൻ. ദെൻ നമ്മൾ പിന്നെ 1.5 മന്തില് IPV ഫസ്റ്റ് ഡോസ് കൊടുക്കും. പിന്നെ 3.5 മന്തില് IPV സെക്കൻഡ് ഡോസ് കൊടുക്കും. ദെൻ പിന്നെ കൊടുക്കുന്നത് നമ്മൾ 9 മന്ത്സിൽ IPV തേർഡ് ഡോസ് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് OPV ആണ്, അത് ഓറൽ പോളിയോ വാക്സിൻ. അത് ഓറൽ പോളിയോ വാക്സിൻ 16 to 24 മന്ത്സിൽ നമ്മൾ കൊടുക്കും. ഇത്രയും വാക്സിൻസ് ആണ് IPV നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. ഇത് കൂടാതെ നമ്മൾ പോളിയോ തുള്ളിമരുന്നുകളും കൊടുക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ പോളിയോ ബാധിച്ചിപ്പോ കേരളത്തിൽ അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്യാറില്ലല്ലോ, എന്നിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പോളിയോ വാക്സിൻ ഇപ്പോഴും കൊടുക്കണേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോ കേരളത്തില് നമ്മൾ പറയുകയാണെങ്കിൽ 2000-ന് ശേഷം ഇന്ത്യയിൽ 2011-ന് ശേഷം പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ 2014 അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകാരോഗ്യ സംഘടന WHO നമ്മൾ 2014 നമ്മുടെ ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മൾ ഇപ്പോഴും പോളിയോ വാക്സിൻ കൊടുക്കണം എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഏതാണ് നമ്മുടെ പാകിസ്ഥാൻ, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇന്നും ഈ പോളിയോ എന്ന് പറയുന്ന അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത്, പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പോളിയോ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ് വരുന്നത്. സോ അത് നമ്മൾ ശ്രദ്ധിച്ചു വേണം കുട്ടികൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കാം, ഏറ്റവും പ്രിക്കോഷണൽ ആയിട്ട് എടുക്കേണ്ടത് വാക്സിൻസ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. പോളിയോനുള്ള ഇതിലുള്ള വാക്സിൻസ് എടുക്കാം. ഓക്കെ, നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്, പോളിയോമിലൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഇത് വരുന്നത്. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ വീക്ക്നെസ് ഓഫ് ലിംസ്. ആദ്യം വരുന്ന സൈൻ എന്ന് പറഞ്ഞാൽ ഫീവർ ആണ്. പിന്നെ നമ്മുടെ പേശി ബലഹീനത, നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. ചില കേസുകളിൽ ഫുൾ ബോഡി പാരലൈസ് ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്, ചില ഇതില് പാർട്ട്ലി ആയിരിക്കും പാരലൈസ് ആവുന്നത്. ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. നമുക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടെടുത്തിട്ടില്ല. ആദ്യം ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത് എന്താണ്, ഫിസിയോതെറാപ്പി മാത്രമാണ്. ദിസ് ഡിഫക്ട് മേ ബി പെർമനന്റ്. നമുക്ക് പോളിയോ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരുന്ന ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്,
പെർമനന്റ് ആയിരിക്കും. അത് ജീവിതകാലം മുഴുവനും ആ ഡിഫക്റ്റ് അവർക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് മാക്സിമം എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പോളിയോ എന്ന് പറയുന്ന അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, നമ്മള് പോളിയോ എന്ന് പറയുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോ നമ്മള് ഇന്ത്യയാണ് പോളിയോ വിമുക്ത രാജ്യമായിട്ട് എന്നാണ് പ്രഖ്യാപിച്ചത്? 2014 മാർച്ചിലാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇന്നും നമ്മൾ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലെ സ്ഥലങ്ങളിൽ ഇന്നും പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത്? പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്. അപ്പോ നമുക്ക് ഈ വാക്സിൻസ് ആകെ പോളിയോന് എതിരെയുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിപ്പറേഷൻ ആണ് വാക്സിൻസ് എടുക്കുക. ഓറൽ പോളിയോ വാക്സിനോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആയിട്ടോ നമുക്ക് വാക്സിൻസ് എടുക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു ഏജ് വരെ എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി കൂടും. സോ അതേപോലെ തന്നെ ഈ വാക്സിൻസിനൊന്നും സൈഡ് എഫക്ട്സ് ഇല്ല. പക്ഷെ മുമ്പത്തെ ആൾക്കാര് പോളിയോ വാക്സിൻ എടുക്കില്ല, സൈഡ് എഫക്ട്സ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സൈഡ് എഫക്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സോ നമ്മൾ പ്രിക്കോഷന്റെ ഭാഗമായിട്ട് പോളിയോ വാക്സിൻ എടുക്കുക എല്ലാവരും. ഓക്കെ, ഇനി പോളിയോ വാക്സിൻ എടുക്കണം നിർബന്ധമാണ്. ഏത് വാക്സിൻ എടുക്കുമ്പോഴും കുട്ടി ഇപ്പോ ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഡോക്ടേഴ്സ് അതേപോലെ തന്നെ നേഴ്സും വാക്സിൻ എടുക്കണ്ട എന്ന് പറയാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് അവർ പറയാറുണ്ട്. സോ അത് ഫോളോ ചെയ്യാം. പോളിയോ എല്ലാവർക്കും മനസ്സിലായോ? വൈറസിന്റെ പേരൊന്നും പറയുന്നത്? എടാ, 2 വാക്സിൻ ആണ് ഉദ്ദേശിച്ചത്. പോളിയോ വാക്സിന്റെ പേരല്ലേ? ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. പോളിയോ പോളിയോ മെലൈറ്റിസ്. എന്താണ് മിനു? എന്താടാ? പോളിയോ മൈലൈറ്റിസ്. ക്ലിയർ ആവുന്നുണ്ടോ? പോളിയോ മൈലൈറ്റിസ്. നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. 2 രീതിയിലും പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. ഓക്കെ, വാക്സിന്റെ പേര് അത് വൈറസിന്റെ പേരാണ്. വാക്സിൻ ഇനാക്റ്റീവ് പോളിയോ വാക്സിനും പിന്നെ ഓറൽ പോളിയോ വാക്സിൻ. തുള്ളിമരുന്നുണ്ട്, ഓറൽ തുള്ളിമരുന്ന്, അതാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. പോളിയോ തുള്ളിമരുന്ന് എന്ന് പറയുന്നത് മലയാളത്തില്. ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ IPV എന്ന് പറയും. OPV, IPV. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം ഡിസെൻട്രി ആണ്. ഡിസെൻട്രി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് എന്തോ വലിയ അസുഖമാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു അസുഖമാണ് ലൂസ് മോഷൻ ആണ്. ലൂസ് മോഷൻ. അപ്പോ സാധാരണയൊക്കെ മുതിർന്നവർക്ക് ലൂസ് മോഷൻ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ORS വെള്ളം കുടിക്കും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്കാണ് ഡിസെൻട്രി വരണമെങ്കിൽ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. നമുക്ക് ലൂസ് മോഷൻ ആണോ ഡിസെൻട്രി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഡിസെൻട്രി ആണെങ്കിൽ 1 or 3 above ഫീവർ ഉണ്ടാവും, നമുക്ക് പനി ഉണ്ടാവും, ഫീവർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മോഷനിൽ ബ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലഡ് കാണും. ദെൻ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസെൻട്രി ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഡിസെൻട്രി അബ്നോർമൽ ആയിട്ട് ലൂസായിട്ട് മോശം പോണേനെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസെൻട്രി അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉള്ള അസുഖമല്ല. ലൂസ് മോഷൻ അല്ല, അത് മാറിപ്പോൾ നോർമൽ ആണ്. പക്ഷേ ഡിസെൻട്രി എപ്പോഴാണ് കോംപ്ലിക്കേഷൻ വന്നതെന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ്. നമ്മുടെ ബോഡിയിലെ വാട്ടർ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 70% വാട്ടർ ആണ്. അപ്പോൾ ഈ ബോഡിയിലെ ഭൂരിഭാഗം വെള്ളവും നഷ്ടപ്പെട്ടു പോവാണ്. നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കണം. അങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ചിലപ്പോ ഡിസെൻട്രി ആണ്, ലൂസ് മോഷൻ ആണ്, അബ്നോർമൽ ആയിട്ട് മോഷൻ പോവാണ്, ബ്ലഡിൽ എക്സ്ക്രീറ്റ ബ്ലഡ് ഒക്കെ ഉണ്ട്, പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, പിന്നെ നമുക്ക് യൂറിൻ ഇല്ല. നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്നുണ്ട്, പക്ഷെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ യൂറിൻ ഇല്ല, നോ യൂറിൻ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
ഉറപ്പിക്കാം. എന്താണ് ഹൈഡ്രേഷൻസ് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ ചാൻസ് ഉണ്ട്, നമുക്ക് ചിലപ്പോ റെസ്പിറേഷൻ സ്പീഡ് കൂടാനും അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ മുതിർന്നവരിൽ എനിക്ക് ഇതേപോലെ ഡീഹൈഡ്രേഷൻ ഒരു പ്രാവശ്യം ലൂസ് മോഷൻ വന്നു, സാധാരണയല്ലേ വിചാരിച്ചു. ഫുഡിന്റെ ആയിരുന്നില്ല കേട്ടോ, എല്ലാവർക്കും ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നായിരുന്നു, ഞാൻ സാധാരണ രീതിയിൽ നിൽക്കാണ്, ലൂസ് മോഷൻ ആണെന്ന് വിചാരിച്ചു, നോർമൽ അല്ലേ, ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങി. സോ വോമിറ്റ് ചെയ്തു, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്നും ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല, ബാലൻസ് ചെയ്യാൻ പറ്റില്ല, എന്റെ തലകറക്കം വരുന്നു, പെട്ടെന്ന് തലകറക്കം വരുന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിൽ കൊച്ചുണ്ട്, ആ സമയത്ത് മോനുണ്ടായിരുന്ന കയ്യിൽ, ഞാൻ വേഗം മോനൊരു അനിയനുണ്ടായിരുന്നു, അതിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു പക്ഷെ എന്നെ ഹോസ്പിറ്റലിൽ വേഗം എത്തിക്കാന്ന് പറഞ്ഞു. കാരണം പെട്ടെന്നാണ് എന്താവണത്, ഭയങ്കര ക്ഷീണം വരുന്നു. അപ്പൊ മുതിർന്നവരിൽ ഡിസെൻട്രി വരുമ്പോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെക്കാളും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളിൽ വരാണെങ്കിൽ അവരുടെ കണ്ടീഷൻ അത് വളരെ സീരിയസ് ആണ്. അപ്പം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് പറയണത്. ഇതും എന്റെ ലൈഫിൽ തന്നെ വന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എന്റെ മോക്ക് ഇതേപോലെ ഡിസെൻട്രി അവള് 1.5 വയസ്സായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ലൂസ് മോഷൻ ആണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ 2 പ്രാവശ്യം മോഷൻ പോയിട്ടുണ്ടായിരുന്നു. മോഷൻ നമുക്ക് കാണുമ്പോ, സാധാരണ മോഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൂസ് മോഷൻ ആണോ നോർമൽ മോഷൻ ആണോ എന്ന്. സോ ലൂസ് മോഷൻ അല്ലേന്ന് വിചാരിച്ചു സാധാരണ രീതിയിൽ കുഴപ്പമില്ല, വൈകുന്നേരം വന്നിട്ട് കാണിക്കുക, ഡോക്ടറെ കാണിക്കുക, മാറിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചു ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാനാണെങ്കിൽ കുട്ടീനെ നോക്കി വീട്ടിലിരിക്കണം. കുറച്ച് നാൾക്ക് മുമ്പാണല്ലോ, 5 വർഷം മുമ്പാണ്, 4 വർഷം മുമ്പ്. അപ്പൊ ഇങ്ങനെ സംഭവം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വീണ്ടും ഇങ്ങനെ തന്നെ ലൂസ് മോഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആള് അപ്പൊ 1.5 വയസ്സായിട്ടില്ല, 1.25 വയസ്സിനെങ്ങാണ്ടായിട്ടുള്ളൂ, 1.5 വയസ്സ്. അപ്പൊ ഭയങ്കര ലൂസ് മോഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്താ പെട്ടെന്ന് ആള് വീക്കും, അവിടെ തളർന്നു പോകണം. കുഞ്ഞിക്കുട്ടിയാണല്ലോ, പെട്ടെന്ന് തളർന്നു പോകണം. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിട്ട് അച്ഛനെ വിളിച്ചു, വീടിന്റെ അടുത്തായിരുന്നു അച്ഛനെന്ന് വർക്ക്. അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വയ്യാണ്ടായിട്ട് വാവിക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ആള് ക്ഷീണിച്ച് ഒട്ടും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് അവശതയെ, ഭയങ്കര ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് തളർന്നു പോണ പോലെ തോന്നി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പരിശോധനയേക്കാളും മുമ്പ് ഇങ്ങനെ പറഞ്ഞു ലൂസ് മോഷൻ ആയിരുന്നു, വോമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് പോയി റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേഗം ട്രിപ്പ് ഇട്ട് റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടെ വന്ന് പരിശോധിച്ചു. കാരണം പെട്ടെന്നാണ് ആള് ഡീഹൈഡ്രേഷൻ സംഭവിച്ചതാണ്, ബോഡിയിലെ വാട്ടർ ലോസ് ആയി പോയതാണ്, ഡീഹൈഡ്രേഷൻ ആയിരുന്നു, ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ട് പോയി. പിന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും ആള് ഒന്ന് ഓക്കെ ആയിട്ട് വന്നത്. കാരണം ബോഡിയിലെ വെള്ളം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കോൺഷ്യസ്നെസ് പോകാനും അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഡിസെൻട്രി നിസ്സാരക്കാരനല്ലേ, അല്ലെങ്കിൽ നമുക്ക് ലൂസ് മോഷൻ ഒക്കെ ആവുമ്പോ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോയി പറയാനൊക്കെ ഭയങ്കര, മുതിർന്നവർക്ക് അതേ ഒരു നാണക്കേടൊക്കെ പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, ആള് നിസ്സാരക്കാരനല്ല, ചെറിയ അസുഖമല്ല, ഇത്തിരി സീരിയസ് ആണ്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കണം. അല്ലാതെ നമ്മൾ മുമ്പ് സാധാരണ ചെറിയ ലൂസ് മോഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടില് ORS വെള്ളം കുടിച്ചാലും അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. എന്നുവെച്ചാൽ ഫീവർ ഉണ്ട്, പനിക്കുന്നുണ്ട്, ബ്ലഡ് ഉണ്ട് എക്സ്ക്രീറ്റിയില്, നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, അതേപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ യൂറിൻ ഇല്ലാത്തൊരവസ്ഥ വരാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ കൺക്ലൂഷൻ എത്തണം, ഡീഹൈഡ്രേഷൻ ആണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ളൊരു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് എടുക്കണം എന്നുള്ളത് വേണം. അപ്പോ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖം തന്നെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. പക്ഷെ ഡിസെൻട്രി നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇതിന്റെ കോംപ്ലിസിറ്റി കൂട്ടുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് എന്താ പറയാ അൺയൂഷ്വൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ ലോസ് ആകുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഡിസെൻട്രി സംഭവിക്കുന്നത്. അപ്പോൾ ഡിസെൻട്രി ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ORS സൊല്യൂഷൻ ഒരു മുതിർന്നവരൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളാണെങ്കിൽ 200 ml വെള്ളത്തിൽ ORS ലൈനി ലയിപ്പിച്ച് അത് നമ്മൾ കൊടുക്കുക. പിന്നെ റൈസ് വാട്ടർ, അതേപോലെ തന്നെ കരിക്കും വെള്ളത്തിലൊക്കെ നമുക്കറിയാലോ ഒത്തിരി പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ,
അപ്പോ നമ്മൾ മാക്സിമം വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് കുടിക്കാം. നോക്കാം, ടെസ്റ്റിലേക്ക് വരാം. This is the disease in which loose and abnormal motions are passed. Abnormal loose ആയിട്ട് motions പോകുന്ന ഒരു അസുഖമാണിത്. Pain in the stomach is usually attended by loose motion. Loose motion വരുമ്പോൾ നമുക്ക് സ്റ്റൊമക്കില് പെയിൻ ഉണ്ടാവാറുണ്ട്. The motion contains pus and blood. നമ്മളെ മോഷനില് നമ്മളെ പസ്സിലും ബ്ലഡിലും നമ്മൾ കാണാറുണ്ട്. The patient become very weak due to loss of water from the body. പേഷ്യന്റ് പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നേ, പെട്ടെന്ന് ബോഡിയിൽ നിന്ന് എന്ത് പോകും, വെള്ളം നഷ്ടപ്പെട്ടു പോയി ആള് പെട്ടെന്ന് തളർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. The patient should be get chronic medical aid. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമിറ്റ് ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കണം. നമ്മളുടെ ഡീഹൈഡ്രേഷൻ ആണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറിനോട് നമ്മൾ അങ്ങോട്ട് പറയാം, ഡോക്ടറെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയാം ഡീഹൈഡ്രേഷൻ ആണ്, അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ ബോഡിയിലേക്ക് എത്ര മാക്സിമം എന്തോരം വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, കുടിക്കാൻ പറ്റും അത്രയും വെള്ളം കുടിക്കുക. ORS കരിക്കും വെള്ളം ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡിസെൻട്രി അല്ലെങ്കിൽ ലൂസ് മോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡിസെൻട്രി വരുന്നത് അല്ലെങ്കിൽ ലൂസ് മോഷൻ നമുക്ക് സാധാരണയായിട്ട് എങ്ങനെയാ വരുന്നത്, ചിലപ്പോൾ മലിനമായ വെള്ളം കുടിക്കുന്നത് മൂലം വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മലിനമായ ഫുഡ് കഴിക്കുമ്പോൾ വരാറുണ്ട്. നമ്മൾ മാക്സിമം നല്ല പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങളുടെ ഇവിടെ പറവൂര് അധികം ദിവസമൊന്നും ആയിട്ടില്ല, എന്താണ് വിഷുവിന്റെ അന്ന് ഒരു ന്യൂസ് കണ്ടതാണ്, ഒരു കുട്ടി മരിച്ചു. 26 വയസ്സുള്ളൂ. പേഴ്സണലി ഞങ്ങൾക്ക് അറിയുന്ന ഒരു കുട്ടിയാണ്. 26 വയസ്സുള്ള ഒരു ആൺകൊച്ചാണ്. അപ്പൊ ആ കുട്ടി മരിച്ചു, ജിതിൻ എന്ന പേര്. അപ്പോ എന്താന്ന് അന്വേഷിച്ചപ്പോ ഫുഡ് പോയിസൺ ആയിരുന്നു. ആൾക്ക് ഫുഡ് പോയിസൺ ആണ് വന്നത്. അപ്പൊ നമ്മള് മാക്സിമം അവര് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങളിവിടെ ഭയങ്കരമായിട്ട് ഇതേപോലത്തെ ഫുഡ് പോയിസൺ ഒക്കെ വരുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ആൾക്ക് ഫുഡ് പോയിസൺ ആയി. പിന്നെ പെട്ടെന്നായിരുന്നു ഈ മരണം സംഭവിച്ചത്. നമ്മൾ വിചാരിക്കില്ല സാധാരണ ലൂസ് മോഷൻ ആണ്, സീരിയസ് ആ കുഴപ്പമില്ല, അടുത്ത ദിവസം നോക്കാം എന്ന് വിചാരിച്ച് സ്ഥാനം ഇട്ടതുകൊണ്ടാണ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ആളുടെ നില ഭയങ്കരമായിട്ട് ഗുരുതരമായിരുന്നു. സോ അത് ബോഡിനെ ഫുള്ളായിട്ട് അഫക്ട് ചെയ്തു, ആള് മരണം സംഭവിച്ചു. നമ്മൾ ശ്രദ്ധിക്കാം, കുട്ടികളാവുമ്പോ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണെന്ന് അറിയാം, പക്ഷെ കുട്ടികൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് ഫുഡുകൾ കൊടുക്കാനായിട്ട് നോക്കാം. മാക്സിമം അവരെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഒരു കാരണവശാലും ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം. ഇപ്പൊ എനിക്ക് തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ കേൾക്കുമ്പോ തന്നെ പേടിയായി. കാരണം മോൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടി പേടിയായി. കാരണം അങ്ങനെ ഇവിടെ നടത്തുന്ന തന്നെ കഴിച്ചിട്ട് ആൾക്ക് വയ്യാണ്ടായല്ലോ, അല്ലെങ്കിൽ മരണം സംഭവിച്ചല്ലോ. അപ്പം എനിക്ക് ഭയങ്കര പേടി. പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വീട്ടിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം കുട്ടികൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് വരും. അതേപോലെ ഡിസെൻട്രി എന്ന് പറയുന്നത് ഒരു സാധാരണ നിസ്സാരം അസുഖം എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. ഇതേപോലെ ലൂസ് മോഷൻ ആണ്, അയ്യോ എനിക്ക് പറയാനായിട്ട് നാണക്കേടാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുതിർന്നവരായാൽ പോലും നമ്മളങ്ങനെ വേണ്ട ഇപ്പൊ പോവണ്ട ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയും. പക്ഷെ ഇല്ല, പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അസുഖമാണ്. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാനായിട്ട് എളുപ്പം പറ്റും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് വരും. ഓക്കെ, ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം നിസ്സാരക്കാരനല്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത അസുഖമാണ് ജോണ്ടിസ്. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ജോണ്ടിസ്? ജോണ്ടിസ് വന്നിട്ടുണ്ടോ? പേര് കേട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? മഞ്ഞപ്പിത്തല്ലേ മിസ്സേ? മഞ്ഞപ്പിത്തം വന്നിട്ടില്ല മിസ്സേ. ഇല്ല വന്നിട്ടില്ല. ആർക്ക് വന്നിട്ടില്ല? ഓക്കെ, നമ്മൾ പക്ഷെ കേട്ടിട്ടുണ്ടാവും മഞ്ഞപ്പിത്തം എന്നൊക്കെ അല്ലെ? മഞ്ഞപ്പിത്തം ഓക്കെ, ജസ്റ്റ് ഒരു കണ്ണിനൊക്കെ ഒരു മഞ്ഞ രാശി ഉണ്ടാവും എന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടാവും ജോണ്ടിസ് ആണെങ്കിൽ.
ഓക്കെ, അത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം ഈസിലി സ്പ്രെഡ് ആവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മലിനമായ ജലത്തിലൂടെയൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആവുന്നത്, ഈസിലി സ്പ്രെഡ് ആവും. ഒരാൾക്ക് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആണ് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ്. എയും അതേപോലെ തന്നെ ഡിയും ഇയും കുഴപ്പമില്ല, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ആണെങ്കിൽ അത് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. നമുക്കത് വന്നു കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ്. രാജലക്ഷ്മി എന്തും പറയാനാ മ്യൂട്ട് ഓണായിരുന്നു ചോദിച്ചാണ്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹെപ്പറ്റൈറ്റിസിന് പെട്ടെന്ന് ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ത്രൂ വാട്ടർ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ യൂസ് ചെയ്ത അതേ ബാത്റൂം തന്നെ, അല്ലെങ്കിൽ ജോണ്ടിസ് ഉള്ള ഒരു വ്യക്തി യൂസ് ചെയ്ത അതേ ടോയ്ലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, ക്ലീൻ ചെയ്യാനാണ് യൂസ് ചെയ്യണമെങ്കിൽ അടുത്ത ആൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ജോണ്ടിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ അസുഖം നമുക്ക് മാറും. പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെയും നമുക്ക് ജോണ്ടിസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണേ ഈ മഞ്ഞ കളറിലെ രാശി, മഞ്ഞ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമ്പോഴായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ജോണ്ടിസ് ആണെന്നുള്ളത്. സോ ജോണ്ടിസ് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്, മഞ്ഞപ്പിത്തം ആണെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്. ഫസ്റ്റ് തന്നെ അഫക്ട് ചെയ്യണത്, ഈ ജേംസ് അഫക്ട് ചെയ്യണത് നമ്മുടെ ലിവറിനെയാണ്. പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ കറക്റ്റ് ആവില്ല. ലിവറിനത് അഫക്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡൈജഷൻ ഒന്നും പ്രോപ്പർ ആവില്ല. അപ്പൊ ലിവർ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാണ്ടാവും. മെയിൻ ആയിട്ട് ഇന്റേണൽ ഓർഗൻസിൽ ഫസ്റ്റ് അഫക്ട് ചെയ്യുന്ന ലിവറിനെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരോ ഇന്റേണൽ ഓർഗൻസിനെയും ഇത് അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ ഫൈനലി ആ പേഷ്യന്റ് മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രീറ്റ്മെന്റ് അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പ്രോപ്പർ ആയിട്ട് ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജോണ്ടിസ് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ മഞ്ഞപ്പിത്തം കൂടിയിട്ട് ന്യൂമോണിയ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ അത് ഐഡന്റിഫൈ ചെയ്യും, പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് അത് മാറ്റിയെടുക്കാൻ, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റിലൂടെ നമുക്കത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം ലിവറിനെയാണ് അഫക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ലിവറിന് അധികം ലോഡ് ആയിട്ടുള്ള ഫുഡൊന്നും ആ സമയത്ത് കൊടുക്കാതിരിക്കുക, നമ്മൾ കഴിക്കാതിരിക്കുക. അപ്പൊ ലിവറിന് അധികം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അധികം എന്താണ് ലോഡ് കൊടുക്കുന്ന ഫങ്ഷൻസ് ഒന്നും കൊടുക്കരുത്. നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ പൊടിയരിക്കഞ്ഞി കഴിക്കാം. അതിപ്പോ എപ്പോഴും നമ്മുടെ ബോഡി കുറച്ച് വീക്ക് ആവുകയാണെങ്കിൽ നമ്മൾ പറയാറുള്ള സാധാരണ കാര്യമാണ് അധികം പൊടിയരിക്കഞ്ഞി അതുപോലെ കഞ്ഞിയൊക്കെ കുടിക്കുക, കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡൈജഷൻ ഒക്കെ പ്രോപ്പർ ആയിരിക്കുള്ളൂ. അപ്പൊ അത് അവർക്ക് അധികം ലോഡ് കൊടുക്കാത്ത രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ നോക്കാം. നമുക്ക് നോക്കാം ജോണ്ടിസ് എന്താന്ന്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയസ് ജേംസ് ഇൻ ദ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് എക്സ്ക്രീറ്റിയിലും അതേപോലെ തന്നെ ബ്ലഡിലൊക്കെയാണ് ഈ ജേംസ് ഉണ്ടാവുക. ദ ജേംസ് അഫക്ട് ദ ലിവർ. അപ്പോൾ എക്സ്ക്രീറ്റിയ വഴി അല്ലെങ്കിൽ ബ്ലഡ് വഴിയൊക്കെയാണ് ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. ദെൻ ദ ജേംസ് അഫക്ട് ദ ലിവർ. ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ലിവറിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ദ മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഗിവൺ. ദ ഐസ് ബിക്കം യെല്ലോ ഇൻ കളർ. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുക്കില്ലാത്ത പക്ഷം നമ്മൾ ആ ഇമേജിലൊക്കെ കണ്ട പോലെ നമ്മുടെ കണ്ണിന്റെ താഴെയൊക്കെ ആയിരിക്കും മഞ്ഞ രാശി വരാനുള്ള ചാൻസ് ഉണ്ട്. At this stage, the activities of the internal organs, especially the liver, become malfunctioning. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റീസ്, ഓരോ ഇന്റേണൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഫസ്റ്റ് ലിവർ ആയിരിക്കും മാൽഫങ്ഷൻ ആവുന്നത്. ഫൈനലി ദ പേഷ്യന്റ് മേ ഈവൻ ഡൈ. നമുക്കറിയാം മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരുപാട് ആൾക്കാർ മരണം സംഭവിക്കുന്നുണ്ട്. കാരണം അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോ ഈ ഫീവർ എന്ന് പറഞ്ഞാൽ റിക്കറന്റ് ഫീവർ ആയിരിക്കും. പനി വരുന്നു, മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നു, അല്ലെങ്കിൽ ടൈം കഴിയുമ്പോൾ മാറുന്നു, വീണ്ടും വരും. നമുക്ക് റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ ആയതുകൊണ്ട് തന്നെ സോ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ചിലവരിൽ മാത്രമേ ഈ മഞ്ഞരാശിയൊക്കെ വരുള്ളൂ. അതും അത്രയും
എന്താ പറയാ, അത്രയും അഫക്ട് ബോഡിനെ അത്രയും അഫക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കണ്ണിലൊക്കെ ഈ മഞ്ഞരാശിയൊക്കെ വരുന്നത്. അപ്പോഴായിരിക്കും നമുക്കത് കണ്ടാൽ മനസ്സിലാവുന്നത് മഞ്ഞപ്പിത്താന്ന്. സോ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്. നമുക്ക് ജോണ്ടിസിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അസുഖം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ജോണ്ടിസ് ആണ് പറഞ്ഞത്. ഇത് ഈസി സ്പ്രെഡ് ആണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസി സ്പ്രെഡ് ആണ്. അതേപോലെ മലിനമായിട്ടുള്ള ജലം, അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൂലമാണ് ഈ അസുഖം വരുന്നത്. സോ നമ്മൾ എപ്പോഴും കുട്ടികള് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ കൊടുക്കാൻ നോക്കാം. കാരണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു അസുഖമാണ് മലേറിയ. മലേറിയ എന്ത് വഴിയാണ് സ്പ്രെഡ് ചെയ്യണമെന്ന് അറിയാവോ? കൊതുക് വഴി. മൊസ്കിറ്റോസ് ആണെന്നറിയോ? കൊതുക്. ഏത് മൊസ്കിറ്റോ? ഒത്തിരി മൊസ്കിറ്റോസ് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയാം. അനോഫിലസ് മൊസ്കിറ്റോസ്. ഫീമെയിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് വഴിയാണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്ന മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ അനോഫിലസ് മൊസ്കിറ്റോസ് പ്യുവർ ആയിട്ടുള്ള വെള്ളത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത്. അപ്പോ നമ്മൾ ആ പ്യുവർ വെള്ളം അല്ലെങ്കിൽ നല്ല പ്യുവർ വെള്ളം വാട്ടർ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വീടിന് ചുറ്റുപാടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഈ കൊതുകുകൾ രാത്രി കാലങ്ങളിലാണ് കടിക്കുന്നത്. നൈറ്റ് ബീറ്റിംഗ് മൊസ്കിറ്റോസ് ആണ് മെയിൻ ആയിട്ട്. ഈ അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോസ് രാത്രി കാലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബീറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നെറ്റ് ഒക്കെ വാങ്ങിച്ചിടും അല്ലെ. എന്നിട്ട് കൊതുകുകളൊന്നും കടികൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് വാങ്ങിച്ചിട്ട് അതിലായിരിക്കും കുട്ടികളെ എത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ജനലിനൊക്കെ നെറ്റ് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഇപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ ഒക്കെ നല്ല ഹൈ ആണ്. രാത്രിയാവുമ്പോൾ നമുക്ക് നല്ല ചൂടാണ് അല്ലെ, ടെമ്പറേച്ചർ ഒക്കെ കൊള്ളാം. ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും നമ്മൾ വിചാരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെ നമ്മൾ ജനൽ തുറന്നിടുമ്പോൾ രാത്രി നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ ആര് വന്ന് ബീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? മൊസ്കിറ്റോസ് പല ടൈപ്പ് അറിയാം, ഈഡിസ് അതേപോലെ അനോഫിലസ് മൊസ്കിറ്റോസ് ഒക്കെ വന്ന് നമ്മളെ കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് കെയർ കൊടുക്കുക. എന്നുവെച്ചാല് കവർ ചെയ്യുക, നമ്മള് വിൻഡോസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുക. കൊതുകുകളൊന്നും അകത്തോട്ട് കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഈ മലേറിയ വന്നു കഴിഞ്ഞാൽ ശക്തമായ പനിയാണ്, പിന്നെ വിറയലോട് കൂടിയ പനിയായിരിക്കും, ഭയങ്കര ഷിവറിങ് ആയിരിക്കും. പിന്നെ തലവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. ഇതൊക്കെയാണ് സാധാരണ മലേറിയയുടെ ലക്ഷണങ്ങള്. ഇതിന് മെയിനായിട്ട് ലയബിൾ ആയിട്ടുള്ള എന്താണ് മൊസ്കിറ്റോസ് അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ഓക്കെ, ചിക്കൻ ഗുനിയ ആരാ വരുത്തുന്നത്? ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന അസുഖം ആരാ വരുത്തുന്നത്? ഫീവർ ആരാ വരുത്തുന്നത്? ഏത് ടൈപ്പ് ഓഫ് മൊസ്കിറ്റോസ് ആണ്? ഓർമ്മയുണ്ടാവും? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് വാട്ടാ. ഓക്കെ, നമുക്ക് മലേറിയ ഡിസ്കസ് ചെയ്യാം. മൊസ്കിറ്റോസ് ആർ മെയിൻലി ലൈബിൾ ഫോർ സ്പ്രെഡ് ഓഫ് ദീസ് ഡിസീസ്. അപ്പൊ മൊസ്കിറ്റോസ് ആണ് മെയിൻ ആയിട്ട് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ആ മൊസ്കിറ്റോസിന്റെ അടുത്ത് അനോഫിലസ് മൊസ്കിറ്റോസ് എന്ന് എഴുതിക്കോ. നമുക്ക് ഇതിലെ മൊസ്കിറ്റോ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് വിച്ച് കൈൻഡ് ഓഫ് മൊസ്കിറ്റോ സ്പ്രെഡ് മലേറിയ എന്നായിരുന്നു. അപ്പൊ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. When the mosquito breathe, the germs get in the bloodstream and then red blood corpus. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ RBCയിലാണ് ഇത് മെയിൻ ആയിട്ട്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജേംസ് നമ്മുടെ ബോഡി ബ്ലഡ് സ്ട്രീമിലേക്ക് കയറി നമ്മുടെ RBCനൊക്കെ അഫക്ട് ചെയ്യുകയും ചെയ്യും. സിവിയർ ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ, വീക്ക്നെസ് ഓഫ് ദ ബോഡി ആർ കോമൺ സിംറ്റംസ്.
സിവിയർ ആയിട്ടുള്ള തലവേദന, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് മാറി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഫീവർ, ഭയങ്കര ഷിവറിങ്ങോട് കൂടിയ ഫീവർ ആണ്, നല്ല വിറയലോട് കൂടിയ ഫീവർ ആയിരിക്കും, നമ്മുടെ ബോഡി പെട്ടെന്ന് ഭയങ്കര വീക്ക് ആയിരിക്കും. ഇതൊക്കെയാണ് മലേറിയയുടെ സാധാരണ ലക്ഷണം. നമ്മൾ മലേറിയ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്ത് പോരാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ടൈഫോയിഡ് കേട്ടോ. ടൈഫോയിഡ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട് മിസ്. എന്താ കേട്ടിട്ടുള്ളത് ടൈഫോയിഡിനെ കുറിച്ച്? തൈറോയിഡ് അല്ല, ടൈഫോയിഡ്. പനി നല്ലതായിട്ട് കൂടുന്ന ഒരവസ്ഥയാണ്. പിന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുമ്പോഴാണ് ടൈഫോയിഡ്. ഓക്കെ, ടൈഫോയിഡ് എന്ന് പറയുന്നത് സാൽമനോല ബാക്ടീരിയം ടൈഫോയിഡ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നു. 3 മുതൽ 4 ആഴ്ച വരെയൊക്കെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ആ അസുഖം ഉണ്ടാവും. 3 മുതൽ 4 ആഴ്ച വരെയും ഭയങ്കര ഫീവർ ആയിരിക്കും. പിന്നെ ടൈഫോയിഡില് നമ്മള് ചെറിയൊരു റോസ് കളറുള്ള സ്പോട്ട് നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തായിട്ട് റോസ് കളറുള്ള സ്പോട്ടുകൾ കാണാറുണ്ട്. ടൈഫോയിഡില് ചെറിയ റോസ് കളറുള്ള ഒരു കുത്തൂത്ത് ഇത് കാണാറുണ്ട് സാധാരണയായിട്ട് കേട്ടോ, റോസ് സ്പോട്ടുകൾ. ഓക്കെ, റാഷസ് പോലെ, ചെറിയ റാഷസ് പോലെ കാണാറുണ്ട്. ഇത് സാധാരണ വെള്ളത്തിലൂടെയും ഡസ്റ്റിലൂടെയും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ടൈഫോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് ക്ഷീണം, അതേപോലെ ഛർദി, കോൺസ്റ്റിപ്പേഷൻ, തലവേദന, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇതിപ്പോ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ എക്സ്ക്രീറ്റ വഴി തന്നെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമൻ ടു ഹ്യൂമൻ ഈ ഒരു അസുഖം സ്പ്രെഡ് ആകും. ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ, ഒരു സ്ത്രീയാണ്, 90s ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോ ഈ സ്ത്രീക്ക് ടൈഫോയിഡ് എന്ന് പറയുന്ന, ഈ സ്ത്രീയുടെ ശരീരത്തിൽ ടൈഫോയിഡിന്റെ ബാക്ടീരിയാസ് ഉണ്ട്. പക്ഷെ ആൾക്ക് വേറെ പ്രശ്നങ്ങളോ സൈഡ് എഫക്ട്സോ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. ആ സ്ത്രീയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക്, ആ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, ടൈഫോയിഡ് മേരിയുടെ സ്റ്റോറി നോക്കോ. ടൈഫോയിഡ് മേരി അന്ന് സ്റ്റോറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. കേട്ടിട്ടുണ്ടോ ഈ സ്റ്റോറി? ഇല്ല അല്ലെ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ടൈഫോയിഡ്, ദിസ് ഡിസീസ് പ്രൊവോക്കേറ്റ് ത്രൂ വാട്ടർ, ഡസ്റ്റ് എക്സെട്ര. ഈ അസുഖം വാട്ടറും ഡസ്റ്റും മുഖേനയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫ്ലൈസ് ഓൾസോ ഹെൽപ്സ് ഇൻ സ്പ്രെഡ് ഓഫ് ദ ഡിസീസ്. ഫ്ലൈസ്, ഈച്ചകള് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, ബ്ലീഡിങ് എക്സെട്ര ആർ ദ സിംറ്റംസ്. നല്ല തലവേദന ഉണ്ടാവും, അതേപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും, ബോഡി പെയിൻ ഒക്കെയാണ് ഇതിന്റെ സാധാരണയായിട്ടുള്ള സിംറ്റംസ്. ക്ലാസ് കട്ടായി പോയതാണോ? കേൾക്കുന്നില്ല. മിസ് പോയതാണോ? ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട് മാം. ബ്രേക്ക് ഒന്നും ആയിട്ടില്ലല്ലോ? ഇല്ല. ദിവ്യമോഹന്റെ പ്രശ്നമായിരിക്കും ഇവിടെ. ഓക്കെ, നോക്കാം കേട്ടോ. ടൈഫോയിഡിലേക്ക് വരാം. ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, ബ്ലീഡിംഗ് ഒക്കെ സിംറ്റംസ് ആയിട്ട് വരും. സംടൈംസ് ദ മോഷൻ വിൽ ബി ലൂസ് ആൻഡ് ദർ മേ ബി വോമിറ്റിംഗ് ഓൾസോ. ചില കേസുകളിൽ ലൂസ് മോഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, വോമിറ്റിംഗും വരാറുണ്ട്. ഗ്രാജുവലി ദ ലിപ്പ് ആൻഡ് ദ ടങ് വിൽ ബി ഡ്രൈ. നമ്മള് നാക്കും അതേപോലെ തന്നെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇറ്റ് റിമെയിൻസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് നാളത്തേക്ക് ഈ ഒരു അസുഖം ഉണ്ടാകും. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ആഴ്ച എടുക്കും ഇത് മാറാനായിട്ട്. ദിസ് ഡിസീസ് ലാസ്റ്റ് ഫോർ 3 to 4 വീക്സ്. 3 മുതൽ 4 ആഴ്ച വരെയൊക്കെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ടൈം എടുക്കാറുണ്ട്.
അപ്പൊ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖത. ഇനി മീസിൽസ്. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ആരോ അനോഫിലസിന്റെ ചിക്കൻഗുനിയയുടെ മസ്കിറ്റോ ഈഡിസ് കൊസുകളെല്ലാം ചിക്കൻഗുനിയ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അഞ്ചാമ്പനി അല്ലേ മീസിൽസ്? അഞ്ചാമ്പനി. മീസിൽസ് എന്ന് പറയുന്നത് എന്താണ്? അഞ്ചാമ്പനിയാണ്. അഞ്ചാമ്പനിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് റാഷസ് ആണ് അല്ലെ. നമ്മള് ബോഡിയിലൊക്കെ ചെറിയ ചെറിയ ഇതേപോലത്തെ റാഷസ് ഉണ്ടാവും അഞ്ചാമ്പനിയില്. ഓക്കെ, ഇത് സാധാരണയായിട്ട് സ്കൂൾ കുട്ടികളിൽ വരുന്നൊരു അസുഖമാണ് ഈ പറഞ്ഞ അഞ്ചാമ്പനി എന്ന് പറയുന്നത്. മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് എന്ത് വരുത്തുന്നത്? ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫീവർ ഉണ്ടാവും, സിംറ്റംസ് ആണ് പറയുന്നത്. ഫീവർ ഉണ്ടാവും, റെഡ് ഐസ്, പിന്നെ ഫേസിലൊക്കെ റെഡ് സ്പോട്ടുകൾ, ഞാൻ ആ ഇമേജിൽ കാണിച്ച പോലെ റെഡ് സ്പോട്ടുകൾ ഉണ്ടാവും. ഇത് 6 മാസം മുതൽ 3 ഏജ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാമ്പനി ബാധിക്കുകയാണെങ്കിൽ ഡിസബിലിറ്റീസ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ആ കുട്ടികൾക്ക് വരാണെങ്കിൽ ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഡിസബിലിറ്റീസ്, ഇപ്പൊ ഹിയറിംഗ് ഇംപേർഷ്മെന്റ് വരും, കേൾവി നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഈ അസുഖം കുറച്ച് സീരിയസ് ആണ്. കാരണം നമുക്കറിയാം 6 to 3 years എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു ഏജ് ആണ്. കാരണം അവര് ഒരു 6 months വരെയും അമ്മയുടെ ഇമ്മ്യൂണിറ്റി ആണ് അവർക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ സ്വയം ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ടൈമാണ് 6 months to 3 years എന്ന് പറയുന്നത്. അപ്പോ ആ സമയത്ത് അവർക്ക് ഈ ഒരു അസുഖം വരാണെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഓർ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. ഓക്കെ, ഇതിന് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. 2 ടൈപ്പ് വാക്സിൻസ് ആണുള്ളത്. MR വാക്സിൻ, ഇവിടെ 9 മാസമോ അല്ലെങ്കിൽ 1.5 വയസ്സിന് അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളുള്ള അമ്മമാരുണ്ടോ? 1 വയസ്സോ 1.5 വയസ്സോ 2 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാര് ഇല്ല? ഓക്കെ, ഇതായിരുന്നെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. 9 മാസത്തിൽ നമ്മൾ MR വാക്സിൻ കൊടുക്കുന്നുണ്ട്. മീസിൽസ് ആൻഡ് റുബല്ലയുടെ വാക്സിൻ ആണ്. പിന്നെ MMR കൊടുക്കുന്നുണ്ട്, മംസ്, മീസിൽസ്, റുബല്ല. ഈ 2 വാക്സിൻസ് ആണ് സാധാരണയായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ അഞ്ചാമ്പനിക്കെതിരെ പ്രിക്കോഷന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, 2 ടൈപ്പ് വാക്സിൻസ് അവൈലബിൾ ആണ്. മാക്സിമം ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത്, ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ കണ്ണുനീര് വഴി അപ്പൊ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട്, ആ കുട്ടിയുടെ ഐ ഡ്രോപ്സ് വഴി അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, അഞ്ചാമ്പനി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അഞ്ചാമ്പനി വന്നിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം, ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പക്ഷെ അത് ന്യൂമോണിയ ആയിട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അഞ്ചാമ്പനി വന്ന കോംപ്ലിക്കേഷൻ അപ്പൊ കൂടുതലാണ്. നമുക്കറിയാം ന്യൂമോണിയ ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻ കൂടുതലാണ്. നോക്കാം കേട്ടോ. It is common disease among the school children and it's caused by a virus. The virus തന്നെയാണ് അത് കോസ് ചെയ്യുന്നത്. In the beginning there was a cold cough fever. സാധാരണ തുടക്കത്തിൽ cold cough fever സാധാരണ നോർമൽ ആയിട്ടൊരു പനിയുടെ ലക്ഷണങ്ങളായിരിക്കും. After a few days red spot appear. അത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ റെഡ് സ്പോട്ട് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് അഞ്ചാമ്പനിയുടെ ലക്ഷണങ്ങളാണ്. So immunization is very important against this. ഇതിനെതിരെ എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ ആണ്. ഇത് വരാതിരിക്കാൻ നോക്കുക. മെയിൻ ആയിട്ട് ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ സാധാരണ കുട്ടികൾ വരുന്ന കോമൺ ആണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അഞ്ചാമ്പനി റിപ്പോർട്ട് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആവുമ്പോൾ ന്യൂമോണിയ ഒക്കെ ആയിട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു
6 to 3 ഇയേഴ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടി ചിലപ്പോ ചില കേസുകളിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ്. സോ നമ്മൾ മാക്സിമം വരാതിരിക്കാൻ നോക്കുക. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് വാക്സിൻസ് ആണ് ഉള്ളത്, MR വാക്സിനും MMR വാക്സിനും. ഞാൻ 7th യൂണിറ്റിൽ ഒരു ചെറിയ പാരഗ്രാഫ് റീഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. Measles. The body is immunized against the measles between the age of 9 and 12 months. 9 12 മാസത്തിനിടയിൽ നമ്മൾ MR വാക്സിൻ എടുക്കാറുണ്ട്. ആൻഡ് ബൂസ്റ്റർ ഇൻ ദ ഫോം ഓഫ് MMR വാക്സിൻ അറ്റ് 15 to 18 months. നമ്മൾ ബൂസ്റ്റർ ഡോസ് MMR വാക്സിന്റെ ഫോമിൽ 15 to 18 monthsൽ എടുക്കാറുണ്ട്. Should there be an epidemic measles in the area? നമ്മളുടെ ഏരിയയില് ഈ മീസിൽസിന്റെ എപ്പിഡമിക് വരാണ്, അല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ട് കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്യാനുണ്ട്, നമ്മൾ അർജന്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാന്നാണ്. ഞാൻ വായിക്കുന്ന പാരഗ്രാഫ് ഇതാണ് കേട്ടോ. Measles in the area, or should be a family member get measles before the baby has been immunized? The doctor usually immunize the baby to protect it from catching it or keeping the case from being a bad one if the baby before had it. സാധാരണയായിട്ട് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ, 5ാം പനി ഉണ്ടെങ്കിൽ, വീട്ടിലെ കുട്ടികളുള്ളതാണെങ്കിൽ നമ്മളോട് ഡോക്ടർ ചോദിക്കാറുണ്ട്, കുട്ടി വാക്സിൻ എടുത്തിട്ടുണ്ടോ, കുട്ടി ഈ 5ാം പനിക്ക് ഇത്രയും വാക്സിൻ എടുത്തിട്ടുണ്ടോ. ഇല്ല എന്ന് പറയുന്ന ഒരു വാക്സിൻ എടുക്കാൻ പ്രിഫർ ചെയ്യാറുണ്ട്. സോ അത് വരാതിരിക്കാൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ വന്നാലും അത്ര ബോഡീനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവർ വാക്സിൻസ് സംബന്ധിച്ച് പറയുന്നത്. 2 ടൈപ്പ് വാക്സിൻസ് ആണ്, MR വാക്സിനും MMR വാക്സിനും ആണ് എടുക്കുന്നത്. MR എടുക്കുന്നത് 9 to 12 മാസത്തിനുള്ളിൽ, MMR വാക്സിൻ എടുക്കുന്നത് 15 to 18 മാസത്തിനുള്ളിലാണ് MMR എടുക്കുന്നത്. ഓക്കെ, മീസിൽസിനെ കുറിച്ച് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നമ്മള് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ടല്ലോ, വാക്സിനേഷൻ കാർഡ് ഉണ്ടല്ലോ എല്ലാവർക്കും. ഹെൽത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വാക്സിനേഷൻ കാർഡ് അതിലൊന്ന് നോക്കാം, MR വാക്സിൻ എടുത്തിട്ടുണ്ടോ, MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ. നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന വാക്സിൻ ഇന്ന അസുഖത്തിന് എതിരെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി കോളറ നമ്മൾ കേട്ടിട്ടുള്ള ഒരു അസുഖമാണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റിൽ ക്ലിയർ ആയിട്ട് അവർ വിബ്രിയോ കോളറ അവർ പറയുന്നുണ്ട്. സോ ഇത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ബാക്കി ഒന്നിന്റെ പേര് അവർ പറയുന്നില്ല അല്ലെ, എല്ലാ വൈറസിന്റെ പേര് ജസ്റ്റ് ഒന്നും പറയുന്നില്ല, പക്ഷെ വിബ്രിയോ കോളറയുടെ പേര് പറയുന്നുണ്ട്. നമ്മളത് വെച്ചിട്ടാ വിബ്രിയോ കോളറ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ. കോളറ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള ഒരു അസുഖമല്ല, അത് നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ ഒരു സിംറ്റം ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ സിംറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളറയുടെ സിംറ്റം ആണ് വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ. നമുക്കറിയാം ലൂസ് മോഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഓക്കെ, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വാട്ടർ എന്ത് ചെയ്യും? പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുന്നത്. 10 to 20 liters ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ കൂടും. അല്ലാത്ത പക്ഷം കോളറ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്താൽ, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇതിന്റെ സിംറ്റം ആണ് പ്രശ്നം. എന്താണ്? വോമിറ്റിങ്ങും ലൂസ് മോഷൻ ആണ്. ലൂസ് മോഷനിലേക്ക് വരുമ്പോ എന്താ പ്രശ്നം വരുന്നത്? നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ ഹെൽത്ത് വീക്ക് ആവാനും ബ്രീതിങ് ഡിഫിക്കൽറ്റീസും അതേപോലെ കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ മുതിർന്നവരിൽ വരാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമുള്ള അസുഖങ്ങളല്ല ഇനി പറയുന്ന ഓരോന്നും. വന്നെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ മാറുന്നതാണ്. പക്ഷെ കുട്ടികളിലേക്ക് വരുമ്പോൾ അത് കുറച്ച് സീരിയസ് ആണ്. കുട്ടികൾ കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവന് വരെയും ഭീഷണി വരാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കോളറ ലൂസ് മോഷൻ പറഞ്ഞു. കോളറയിൽ ഒരു സിംറ്റം ആണ് ലൂസ് മോഷൻ. നോക്കണ്ട, this is another epidemic which is caused by microbes named Vibrio cholera.
വിബ്രിയോ കോളറ എന്ന് പറയുന്നത് ഒരു മൈക്രോബ്സ്, ഒരു ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് കോളറ. ഇറ്റ് അഫക്ട്സ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ ഇത് അഫക്ട് ചെയ്യുന്നത്. ഇറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് വെജിറ്റബിൾസ്, നമ്മൾ ഫുഡും വെജിറ്റബിൾസ് വഴി ഡ്രിങ്കിങ് വാട്ടർ വഴിയൊക്കെ ഇത് സ്പ്രെഡ് ആകാറുണ്ട്. സിവിയർ വോമിറ്റിംഗ്, ലൂസ് മോഷൻ ഫോളോഡ് ബൈ തേഴ്സ്റ്റ് ആർ കോമൺ സിംറ്റംസ്. സാധാരണയായിട്ട് ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്, വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്, പനി വരും, നല്ല ക്ഷീണം ഉണ്ടാവും. ക്ഷീണമൊക്കെ ഇതിന്റെ സിംറ്റംസ്, കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. മെയിൻ ആയിട്ട് പ്രശ്നം പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നമ്മൾ അൺകൺട്രോൾ ആയിട്ട് ലോസ് ആവുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷനാണ് ഡീഹൈഡ്രേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ 2-3 സിംറ്റംസ് പറഞ്ഞു. നമ്മളിപ്പോ വെള്ളം വായിലൊട്ടും വെള്ളം ഇല്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷെ യൂറിൻ ഒട്ടും ഇല്ല, അങ്ങനെയാണെങ്കിൽ കൺഫേം ചെയ്തോ നിങ്ങൾ ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കുടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് എടുക്കാം. ട്രിപ്പ് ഇടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ 10 അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാമായിരുന്നു. ആദ്യം പറഞ്ഞത് വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്. ഇന്ന് പറഞ്ഞ പോളിയോ, ഡിസെൻട്രി, ജോണ്ടിസ്, മലേറിയ, ടൈഫോയിഡ്, മിസിൽസ്, കോളറ. 10 അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ അസുഖങ്ങൾക്ക് അതിൻ്റെതായ സിംറ്റംസ് ഉണ്ട്. ഇപ്പോ നമ്മളൊരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് തൊണ്ടവേദനയാണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് വാ തുറന്ന സമയത്ത് അവിടെ ഒരു വൈറ്റ് കളറിൽ ഒരു പാട കണ്ടു. വൈറ്റ് കളറിൽ എന്തെങ്കിലും ഒരു പാട കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്ത് അസുഖത്തിന്റെ സിംറ്റം ആണെന്ന്. ഏത് അസുഖത്തിന്റെ സിംറ്റം? ഡിഫ്തീരിയ ആണോ മിസ്? ഡിഫ്തീരിയ കേട്ടോ. അത് ഇപ്പൊ കോമൺ ആയിട്ട് കാണില്ല, കാരണം ഇപ്പൊ എല്ലാവരും വാക്സിൻ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നുണ്ടല്ലോ, വരുന്നില്ല. ഇനി റെഡ് കളറിലെ സ്പോട്ട് ബോഡിയിലെ പനിയുണ്ട് കുട്ടിക്ക്, റെഡ് കളറിലെ സ്പോട്ട് കാണാണ്. മീസിൽസ് ആണ് മനസ്സിലാക്കി. നല്ല ചുമയാണ്, ഭയങ്കര ചുമ, നിർത്താണ്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലോ ടെറ്റനസ് നമുക്ക് ഇനി ഒരു ചെറിയ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോ കാലിന് ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിന് ചെറിയ മുറിവ് സംഭവിച്ചു. അപ്പൊ അങ്ങനെ മുറിവ് സംഭവിച്ച ആ മുറിവിലൂടെ ഒരു ജേം അകത്തോട്ട് പോയി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, എന്ത് അസുഖം വരും എന്നാ പറഞ്ഞത്? മുറിവുകളിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന നമ്മളൊരു ടീച്ചർ എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. അപ്പൊ അത് ഇങ്ങനെ സ്പ്രെഡ്, നമ്മൾ പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കണം. ഇപ്പൊ വൂഫിംഗ് കഫ് ആണെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യാം. ആ കുട്ടീനെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാറ്റി, ഒരു ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് അല്ല, എന്നാലും കുട്ടീനെ മാറ്റിയിട്ട് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുട്ടിക്ക് ഭയങ്കര നിർത്താതെ ചുമയുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, എനിക്ക് സംശയമുണ്ട്, ഇങ്ങനെ അസുഖമാണോ എന്നൊരു സംശയമുണ്ട്, ഡൗട്ട് ഉണ്ട് എന്ന് കൂടി പാരന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ടീച്ചേഴ്സിനാണ്. ഈ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളത്? നമ്മൾ ടീച്ചേഴ്സിനുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിക്കുന്നത്. The above said disease are common among young children. നമ്മളിപ്പോ മുകളിൽ പറഞ്ഞ 10 അസുഖങ്ങൾ സാധാരണയായിട്ട് കുട്ടികൾ കണ്ടുവരുന്നതാണ്. So it is the duty of the teachers to see that all the students in the school are healthy and free from the disease. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും വേറെ അസുഖങ്ങളൊന്നുമില്ല, അവർ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും വാക്സിൻസ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു അഡ്മിഷൻ ഫോമിൽ തന്നെ ഫില്ല് ചെയ്യാറുണ്ട്, ഇന്ന വാക്സിൻ എടുത്തോ എന്ന്. ചില സ്കൂളുകളിൽ അങ്ങനെ വാക്സിൻ എടുത്തോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു കോളം പോലെ പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുക്കുന്നതാണോ എന്ന് ഒരു കോളം കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടികളെല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം നമ്മുടെ ടീച്ചേഴ്സിനാണ്. ഇനി ഏതെങ്കിലും കുട്ടി വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ആ വാക്സിൻ എടുപ്പിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ടീച്ചേഴ്സിനുള്ളതാണ്. If she find any student distressed from any disease, isolate them from other precautionary measures to prevent spreading of the disease. ഇനി ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടീനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ
മറ്റു കുട്ടികൾക്കൊന്നും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിക്കോഷണറി മെഷർ ആയിട്ടാണ് നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതോളം പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ കോമൺ ചൈൽഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മാത്രം അസുഖം വരുന്നത് എപ്പോഴും വരുന്നതെന്ന് ചോദിച്ചു. ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണെന്ന് പറഞ്ഞു നിങ്ങള്. അതേപോലെ തന്നെ 2 ടൈപ്പ് അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇൻഫെക്ഷനും കൺടാജിനിയസും. പിന്നെ ഇൻഫെക്ഷൻ ഡിസീസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ ഒരു 10 അസുഖങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അവരുടെ ബാക്ടീരിയയുടെ നെയിമും ജെംസിന്റെ നെയിമും എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്, അതിന് വേണ്ട വാക്സിൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണോ എല്ലാവർക്കും എടുത്തത്? ക്ലിയർ ആണ് മിസ്. Yes, ma'am. ഓക്കെ, നിങ്ങൾ ലെക്ചറിനോട് നന്നായിട്ട് നോക്കാം. ഞാൻ ഇന്ന് തന്നെ മോക്ക് ടെസ്റ്റ് കൊടുക്കാനായിട്ട് പറയാട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കണം കേട്ടോ. ഓക്കെ, Okay, ma'am. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മിസ്. പറഞ്ഞു വെച്ചിട്ട്. Okay, everyone. In this occasion, I like to say thank you to Abarna Miss and you all for your active participation. I hope you have found this section helpful. Have a great day. See you again and thank you. താങ്ക് യു ഓൾ. Thank you, Miss.